സിപിഐഎമ്മും ബിജെപിയും തമ്മിൽ ഡീൽ ഉണ്ടെന്ന ആരോപണം കടുപ്പിച്ച് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് തുടർഭരണം ഉറപ്പാക്കിയത് ഇത്തരത്തിലുള്ള ഡീലിലൂടെയാണെന്നും സമാനമായ ധാരണയാണ് ബിജെപിയും സിപിഐഎമ്മും ഇത്തവണയും നടപ്പിലാക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. യുഡിഎഫ് കേരളത്തിൽ അധികാരത്തിലെത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന രാഷ്ട്രീയ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. 2021 ആരംഭിച്ച ധാരണയാണ് ഇത്. കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യമിട്ടാണ് സഖ്യം. അങ്ങനെയാണ് എൽഡിഎഫിന് തുടർഭരണം ലഭിക്കുന്നത്. 69 മണ്ഡലങ്ങളിൽ ബിജെപി വോട്ട് സിപിഐഎമ്മിന് നൽകി. കേരളത്തിൽ തുടർഭരണമുണ്ടായത് ബിജെപി സിപിഐഎം സഖ്യം കാരണമാണ്, രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രധാന സിപിഐഎം നേതാക്കൾ സ്ഥാനാർത്ഥിയാകുന്ന ഇടങ്ങളിലെല്ലാം ബിജെപി ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നതാണ് ഡീലിന്റെ തെളിവായി രമേശ് ചെന്നിത്തലയടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിൽ കുന്നത്തുനാട് മാത്രമാണ് 2020 ഉള്ളത്. അവരാണ് പ്രധാന സിപിഎം നേതാക്കൾക്ക് എതിരെ മത്സരിക്കുന്നത്, രമേശ് ചെന്നിത്തല പറഞ്ഞു. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.